ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് കൂടിയാണ് നമ്മളിതിൽ കാണിക്കുന്നത്. അത് മാത്രമല്ല, ഒരു 4 ഫ്ലേവർ കൂടി നമ്മൾ ഈ ഒരു കേക്കിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ സാധാരണ ഒരു മിക്സിയുടെ ജാറ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് തണുപ്പില്ലാത്ത 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ ആണ് മുട്ട സൂക്ഷിക്കുന്നതെങ്കിൽ നേരത്തെ തന്നെ പുറത്തൊക്കെ എടുത്ത് വെച്ച് തണുപ്പൊക്കെ മാറ്റിയിട്ട് വേണം ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അതേ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള അളവിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ വാനില പൗഡർ ഉണ്ടെങ്കിൽ വാനില എസൻസിന് പകരമായിട്ട് 1 ടീസ്പൂൺ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് ടൈം ഇട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതേ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാനൊരു 1/4 കപ്പ് അളവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. പൊടിച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ അതേ അടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഓയിലാണ് നമുക്ക് ചേർക്കേണ്ടത്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പ് ഓയിലാണ് കേട്ടോ. അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് അരിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതേ സെയിം കപ്പ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്, മെഷർമെൻറ്റ് കപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസും യൂസ് ചെയ്യാം കേട്ടോ. അതിൽ ഞാനൊരു 1/4 കപ്പ് അളവിൽ മൈദ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരേ വശത്തേക്ക് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. ഒരു കാരണവശാൽ സ്പീഡ് ആയിട്ട് നിങ്ങൾ ഫോൾഡ് ചെയ്യരുത്. മെല്ലെ സമാധാനത്തിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക. നിങ്ങൾ ഇതുപോലെ ഒരേ വശത്തിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ കുറച്ച് ടൈമിന് ഉള്ളിൽ തന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാറ്റർ റെഡി. ഇത്രയും സിമ്പിളാണ് നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, അടിപൊളിയായിട്ടുള്ള സ്പോഞ്ചുമാണ് നമുക്ക് ഈ ഒരു കേക്കിൽ കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്, നമ്മൾ ഈ ഒരു ബാറ്റർ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊരു സൈഡിൽ വെക്കുക. ഇനി ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 4 കൂട്ടം സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ കയ്യിലില്ലാന്ന് വെച്ചിട്ട് ഇത് ചെയ്യാണ്ടിരിക്കേണ്ട. നിങ്ങൾ തേങ്ങ കുറച്ചൊന്ന് ചിരകി എടുത്തിട്ട് ഒരു മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു ഫ്രൈ പാനിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടായി. ഇനിയിപ്പം അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധാരണ തേങ്ങ ചിരകി എടുത്തിട്ട് നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നവും. അപ്പോൾ ഇത് ഞാനൊരു 4 ടേബിൾ സ്പൂണാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ റൈസിൻസ്, അതും ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഒരു 1/4 കപ്പ് അളവിൽ എടുക്കുക കേട്ടോ. അപ്പോൾ അതും ഒരു സൈഡിൽ മാറ്റി വെക്കുക. ഇനി അടുത്തത് ഞാൻ കസ്കസാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ സാധാരണ വെള്ളമൊക്കെ, അതായത് നമ്മുടെ സർബത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സബ്ജ സീഡ്, അതായത് കസ്കസ്, ചിലയിടത്ത് സബ്ജ സീഡ് എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ആ ഒരു സീഡ് നമ്മൾ അതൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നട്ട്സ്, ഞാൻ കാഷ്യൂനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള നട്ട് എടുക്കാം. വേണമെങ്കിൽ നമുക്ക് പീനട്ട്സ് ആണെങ്കിലും എടുക്കാം കേട്ടോ. ഏതാണെങ്കിലും തൊലി കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു കേക്കിന് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ കേക്ക് ബാറ്റർ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. 4ആയിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. ഗ്ലാസ് ഒരേ അളവിലുള്ള മെഷർമെൻറ്റ് ഗ്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലങ്ങ് അളക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു കപ്പ് എടുത്താൽ മതി. നിങ്ങൾ ഈ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഓരോ സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് കറക്റ്റ് ഈക്വലായിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈക്വലായിട്ട് തന്നെ എടുക്കണം. ഇനി നമുക്ക് ഓരോന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം. അപ്പോൾ ഫസ്റ്റ് ബാറ്ററിലേക്ക് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് ഒന്നിച്ചിടുകയും ചെയ്യാമാണെങ്കിൽ ഇതിപ്പം ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പാൽ, ഒരുപാട് കൂടുതൽ ഒഴിക്കരുത്. 1 ടേബിൾ സ്പൂൺ, ഇതിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരിക്കലും ഓവർ മിക്സ് ചെയ്യരുത്. അപ്പോൾ ഞാൻ ബാക്കി കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒന്നിച്ചിടാം കേട്ടോ, കുഴപ്പമില്ല.
അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ബാറ്റർ റെഡിയാക്കിയ പോലെ തന്നെ എല്ലാ ബാറ്ററും ഓരോ ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 7 ഇഞ്ചൊക്കെ അളവ് വരുന്ന ഒരു ഫ്രൈ പാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്യുക. എന്നിട്ടൊരു ബട്ടർ പേപ്പർ കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടും നമ്മുടെ ഈ ഒരു കേക്ക്. ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു ഫസ്റ്റ് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഏതാണെന്ന് വെച്ചാൽ ഒഴിക്കുക കേട്ടോ, ഇഷ്ടമുള്ള കേക്ക് ബാറ്റർ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നട്ട്സൊക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒന്നിച്ച് കൂടിയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് പഴയൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് ഇറക്കി വെച്ച് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റാണ് നിങ്ങൾ നോക്കേണ്ടത്. 10 മിനിറ്റിലായിട്ടില്ലെങ്കിൽ ഒരു 10-12 മിനിറ്റ്, അതിൽ കൂടുതൽ സമയം വെക്കരുത്. ഇത് പെട്ടെന്ന് തന്നെ ഇത് അടുക്കി പിടിച്ച് അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു 10 മിനിറ്റിൽ എടുത്താൽ മുകൾ ഒന്ന് നോക്കുക കേട്ടോ. 10-12 മിനിറ്റിൽ എടുത്താൽ നന്നായിട്ട് തന്നെ ഇരിക്കും, സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും, അല്ലെങ്കിൽ ഹാർഡായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് കേക്ക് റെഡിയാക്കി എടുത്ത ഉടനെ തന്നെ അടുത്ത ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇത് കുറച്ചും കൂടെ ടൈം കുറവായിരിക്കും കേട്ടോ. അതൊരു 10-12 മിനിറ്റ് എടുത്തുവെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 9 മിനിറ്റൊക്കെ എടുക്കുള്ളൂ വേവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ, ഇതങ്ങ് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഇതേ നമ്മുടെ 4 കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ചൂടും ആറി കേട്ടോ, ഞാൻ മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. ബട്ടർ പേപ്പറൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് വെക്കുക. അപ്പോൾ എനിക്ക് ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ ചെയ്തത്. ഇനിയിപ്പം ഐസിങ് ഒക്കെ രാവിലെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നമ്മൾ ഒരു ദിവസം ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്കിന് പ്രത്യേക ഒരു സ്വാദും കിട്ടും, ഒരു പ്രത്യേക മണവും ഒക്കെ വരും. അപ്പോൾ എന്തായാലും നമുക്ക് അത്രയും വെക്കണം നിർബന്ധമില്ല. ഏത് കേക്കാണെങ്കിലും നമുക്ക് ഒരു ദിവസം, ഒരുപാട് ദിവസം വെച്ച് അത് ചീത്തയായി പോകും. ഒരു ദിവസം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രത്യേക സ്വാദ് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് വിപ്പ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് മിക്സിയിൽ വരെ ഈ ക്രീം നല്ല അടിപൊളിയായിട്ട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സുമീസ് വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പറ്റുമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഒരു കേക്കിൻ്റെ കൂടെയാണ് ഞാൻ വിപ്പിംഗ് ക്രീം മിക്സിയിൽ ചെയ്യുന്നത് കാണിച്ചിട്ടുള്ളത്, അത് കണ്ടു നോക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ടില്ലായിരുന്നു. ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചത് മതി എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഏത് കേക്കിലും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പം കുറച്ച് വ്യത്യാസപ്പെട്ടൊരു കേക്ക് ആയതുകൊണ്ട് ഇതിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് പകരം പഞ്ചസാര പൊടിച്ചത് തന്നെ ചേർത്ത് ഫസ്റ്റിൽ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ക്രീം ഞാൻ മാറ്റി വെച്ച്, ആ ക്രീം കുറച്ച് ഞാൻ എടുത്ത് മാറ്റി കേട്ടോ. ഈ കുറച്ച് മാറ്റിയതിൽ കുറച്ച് കസ്കസ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അത് നമുക്ക് ഏറ്റവും ടോപ്പിൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇതിപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക്സില്ലേ, ആ കേക്ക്സിൻ്റെ അടി ഭാഗത്ത് നിന്നും ആ ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബ്രൗൺ ഷെയ്ഡ് പോവുകയും ചെയ്യും. പിന്നെ ഞാൻ ഈ കേക്കിൻ്റെ ലാസ്റ്റ് കുറച്ച് ഡെക്കറേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് കേക്ക്സ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ്.
അപ്പോൾ നമ്മൾ കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഇനി ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ കേക്കൊന്ന് എപ്പോഴും കേക്ക് വെറ്റ് ചെയ്യുന്ന പോലെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വെറ്റ് ചെയ്യുന്ന സമയത്ത് ഓവർ വെറ്റ് ചെയ്യരുത് കേട്ടോ. ഓവർ എന്ന് വെച്ചാൽ ഒരുപാട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെള്ളം പോലെ ഇരിക്കും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് വെറ്റ് ചെയ്യാം. ഇനി നമുക്ക് നോർമലി ഇതിൽ ക്രീം വെച്ച് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കേക്ക്സ് ഇല്ലേ, അപ്പോൾ 4 ഫ്ലേവറിലല്ല, ആ 4 ഫ്ലേവർ ഇപ്പം ഈ ഒരു ഐസിങ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കുകയാണ്. റൈസിൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ക്രീം വെച്ച് കൊടുത്തിട്ട് കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ 4 കേക്കും വെച്ച് ഫുള്ളൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. ഫുള്ളൊന്ന് ഐസിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഡെക്കറേഷൻസ് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ പൊടിയില്ലേ, അത് ഞാൻ കൈ വെച്ചിട്ട് തന്നെ കയ്യിലോ മിക്സിയിലോ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ സൈഡിൽ ഫുള്ളായിട്ടൊന്ന് വെച്ചൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുറച്ച് ക്രീമിൽ നമ്മൾ ഈ ഒരു കസ്കസ് ഇട്ടില്ലേ, അത് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. സ്റ്റാർ നോസിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നട്ട്സ് കൂടി ഇതിൻ്റെ മുകളിലൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂ കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് ആ നട്ട്സിൻ്റെ ഭാഗം വരുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കേട്ടോ. കാരണം നട്ട്സ് ഇരിക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു താരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമ്മുടെ സുമീസ് വ്ളോഗിൽ ഇന്ന് വൈകുന്നേരം 3:30, 3:40 ആ ഒരു ടൈമിൽ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.